സ്കിൻ കെയർ എന്ന് കേൾക്കുമ്പോൾ സ്കിൻ കെയറോ അതെനിക്ക് പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? സ്കിൻ കെയർ എന്ന് കേൾക്കുമ്പോൾ അത് ആഡംബരമല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് അല്ലേ, അതെനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ സ്കിൻ കെയറിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ ഞാനിവിടെ പറയാം. 3 സ്റ്റെപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് ക്ലെൻസിങ്. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ മുഖം കഴുകി വൃത്തിയാക്കുക. മുഖത്തെ അഴുക്കും പൊടിയും ഓയിലി അവസ്ഥയും മാറാനായി ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകി വൃത്തിയാക്കുന്നു. അതാണ് സ്കിൻ കെയറിന്റെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടമാണ് ടോണിങ്. ടോണിങ് എന്ന് പറഞ്ഞാൽ ഈ ഫേസ് വാഷ് ചെയ്തത് കാരണം നഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മളുടെ സ്കിന്നിന്റെ pHനെ വീണ്ടും തിരിച്ചു നിലനിർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ടോണിങ്. ടോണിങ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഈസിയായി അവൈലബിൾ ആയിട്ടുള്ള കാര്യമായ പനിനീര് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ്. മാർക്കറ്റിൽ അനവധിയായിട്ടുള്ള മോയ്സ്ചറൈസറുകൾ ലഭ്യമാണ്. അതിൽ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായ തരത്തിലുള്ള മോയ്സ്ചറൈസറുകൾ തിരഞ്ഞെടുക്കണം. ഓയിലി ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകളും, അധികം വരണ്ട തരത്തിലുള്ള സ്കിൻ ആണെങ്കിൽ ക്രീമി ആയിട്ടുള്ള മോയ്സ്ചറൈസറുകളും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ സൂര്യന്റെ രശ്മികളിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സൺസ്ക്രീൻ മിനിമം സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 എങ്കിലും ഉള്ള സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ. ഏറ്റവും നല്ലത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 50 ഉള്ളതെങ്കിലും ഉപയോഗിക്കുന്നതാണ്. പക്ഷെ മിനിമം SPF ഫാക്ടർ 30 എങ്കിലുമുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം. ഇത്രയുമാണ് രാവിലത്തെ സ്കിൻ കെയർ റുട്ടീനിന്റെ ഭാഗങ്ങൾ. ഇനി രാത്രിയും ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം. അതിൽ വ്യത്യാസമുള്ളത് സൺസ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു ഭാഗം നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാം. കാരണം നമ്മൾ പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളൊരു കാരണം വെച്ച് നമുക്കത് അവിടെ ഒഴിവാക്കാം. ക്ലെൻസിങ്ങും ടോണിങ്ങും ചെയ്യാം, മോയ്സ്ചറൈസറും ചെയ്യാം. അങ്ങനെ രാവിലെയും രാത്രിയും ഈ ഘട്ടത്തിലൂടെയുള്ള സ്കിൻ കെയർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് യുവത്വം നിലനിൽക്കുകയും അനാവശ്യമായിട്ടുള്ള വരൾച്ച അങ്ങനെയുള്ള കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കാതിരിക്കുകയും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതൊരിക്കലും ഒരു ആഡംബരമല്ല. ഇത് നമ്മളുടെ ഒരു സെൽഫ് കെയറിന്റെ ഭാഗമാക്കി എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ്. ഇതല്ലാതെ ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. സിറം അപ്ലൈ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ എക്സ്ട്രാ ആയിട്ടുള്ള കോൺസെൻട്രേറ്റുകൾ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയറിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതല്ലാതെ ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ റുട്ടീനിൽ തന്നെ ക്ലെൻസിങ്, ടോണർ എന്നിവ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സിറം അപ്ലൈ ചെയ്യുക. വിറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നവരാണെങ്കിലും, റെറ്റിനോൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും, ഹൈലറോണിക് ആസിഡ് തുടങ്ങിയ കോൺസെൻട്രേറ്റുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും അത് ഉപയോഗിക്കേണ്ടത് ടോണിങ് എന്ന സ്റ്റേജിന് ശേഷമാണ്. അതായത് മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേയുള്ള ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള സിറം മുതലായവ നമ്മൾ ഉപയോഗിക്കേണ്ടത്. മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതുപോലെയുള്ള സിറം തുടങ്ങിയവ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ ശരിയായിട്ടുള്ള ഗുണം കിട്ടാതെ വരും. കാരണം മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു സാധനമായിരിക്കും. അപ്പോൾ സിറം തുടങ്ങിയവ കുറച്ച് തിന്നായിട്ടുള്ള കൺസിസ്റ്റൻസി ഉള്ള ഉൽപ്പന്നമായത് കൊണ്ട് തന്നെ അതിന്റെ ഗുണം അബ്സോർബ് ചെയ്യാനുള്ള കാലതാമസം ഉണ്ടാവുകയും ചെയ്യും. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനിൽ പറഞ്ഞിരിക്കുന്ന ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ എന്നിവ കൂടാതെ കൂടുതൽ കാര്യങ്ങൾ സ്കിൻ കെയറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന് താല്പര്യമുള്ള ആളുകൾ അത് ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും അവർക്ക് കിട്ടുന്നതാണ്. ഇതുകൂടാതെ ആഴ്ചയിലൊരിക്കൽ സ്ക്രബ് അഥവാ എക്സ്ഫോളിയേറ്റർ ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മൃതകോശങ്ങളെ നീക്കം ചെയ്യുവാൻ ഏറ്റവും സഹായകമായ ഒരു കാര്യമാണ്. അതായത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ക്രബ് ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കണം. ഇതുകൂടാതെ ആഴ്ചയിൽ ഒരിക്കൽ
ലഭ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് പാക്ക്, അത് നിങ്ങൾക്ക് വീട്ടിൽ നിന്നായാലും ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള ഒരു ഫേസ് പാക്ക് കൂടി അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് എന്നീ സ്കിൻ കെയർ റുട്ടീനുകൾ രാവിലെയും വൈകുന്നേരവും നിർബന്ധമായും ചെയ്യുകയും സൺസ്ക്രീൻ എന്നത് രാവിലത്തെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുകയും നിർബന്ധമായും ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കൽ ഒരു എക്സ്ഫോളിയേറ്റർ ഉപയോഗിക്കുക, ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഫേസ് പാക്ക് ചെയ്യുക. ഇത് അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശീലമാക്കാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ ശീലമാക്കുകയും നിങ്ങളുടെ സ്കിന്നിന്റെ ആരോഗ്യവും യുവത്വവും നിലനിർത്തുകയും ചെയ്യേണ്ടത് നമ്മൾ നമ്മളോട് കാണിക്കുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റായി മാത്രം കരുതി അതിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ്. സ്കിൻ കെയർ എന്നത് നിങ്ങളുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാക്കി, സെൽഫ് കെയറിന്റെ ഒരു ഭാഗമാക്കി നമ്മുടെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു ശീലമാണ്.